നവരാത്രി ഘോഷയാത്രയെ സ്വീകരിക്കേണ്ട തിരുവനന്തപുരത്തെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ പാതിവഴിയിലാണ്. 6 മാസം മുൻപ് അഗ്നിക്കിരയായ അമ്പലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും തുടരുകയാണ്. നവരാത്രി ഘോഷയാത്രയെ അട്ടിമറിക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. എന്നാൽ മരാമത്ത് പണികളിലെ കാലതാമസം മാത്രമാണ് കാരണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. തമിഴ്നാട്ടിൽ നിന്നും അനന്തപുരിയിലേക്ക് എത്തുന്ന നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് വിശ്രമമൊരുക്കേണ്ട ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ചെന്തിട്ട ദേവീക്ഷേത്രമാണ് പകുതി വഴിയിൽ നവീകരണ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നത്. 6 മാസം മുമ്പ് അഗ്നിക്കിരയായ ക്ഷേത്രത്തിന്റെ മരാമത്ത് പണികൾ ഇപ്പോഴും നടക്കുകയാണ്. ദേവസ്വം ബോർഡ് ഹൈന്ദവാചാരങ്ങളെയും നവരാത്രി ഘോഷയാത്രയെയും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടാണ് ഇതിനു പിന്നിലെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ പറഞ്ഞു. ഇവിടെ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഹൈന്ദവ സമൂഹത്തോടുള്ള കൃത്യമായിട്ടുള്ള നിലപാടാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലും അതുപോലെ ഹിന്ദുക്കളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ തന്നെ അട്ടിമറിക്കുവാനാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ കാലാകാലങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ഈ ഉത്സവ ഘോഷയാത്ര ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി ഹിന്ദു ഐക്യവേദി മുന്നോട്ട് പോകും. എന്നാൽ മരാമത്ത് പണിയിലെ കാലതാമസം മാത്രമാണെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. 20 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവ് വരുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ കോടതിയിലെ പെർമിഷനായിരിക്കണം. അത് ആദ്യം AS കൊടുക്കണം, പിന്നെ CS ആക്കി ടെൻഡർ വിളിച്ച് അത് ആദ്യം ഓംബുഡ്സ്മാനെ കൊടുക്കണം. ഓംബുഡ്സ്മാൻ അംഗീകരിച്ചാൽ പിന്നെ മാത്രമേ കോടതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാലക്രമങ്ങൾ, ഈ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രം മാത്രമല്ല പല ക്ഷേത്രത്തിലും പണികൾ എങ്ങനെ താമസിക്കുന്നത്. അതിവേഗം പണികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുമെന്ന് ഹിന്ദു ഐക്യവേദി നേതൃത്വം അറിയിച്ചു. ജനം, തിരുവനന്തപുരം.